ഇന്നത്തെ സുവിശേഷം ഒരു തമാശയാണ്. കാര്യം, യേശു ഭൂമിയിൽ വന്നത് രക്ഷയ്ക്ക് വേണ്ടിയാണ്, കുരിശുമരണത്തിലൂടെ രക്ഷ നൽകാനായിട്ട്. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ സുവിശേഷം യേശു ജെറുസലേമിലേക്ക് എത്തിച്ചേർന്ന സുവിശേഷ ഭാഗമാണ്. കുറേ യാത്ര ചെയ്ത് അതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്ന് അവസാനം ജെറുസലേമിലേക്ക് എത്താറായി. ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഫരിസേയൻ വന്ന് യേശുവിനോട് പറയുകയാണ്, അത് നീ ഇവിടെ നിന്ന് പോകുന്നത് നല്ലതാണ്. കാര്യം, ഹെറോദോസ് നിന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ ഒരുങ്ങി നിൽപ്പുണ്ട്. യേശുവിന് ഇത് കേട്ടപ്പോൾ ചിരി വന്നു കാണും. കാര്യം, ഞാൻ വന്നത് തന്നെ ഈ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കുറുക്കനോട് ചെന്നിട്ട് പറ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നീ ആരെയാണ് അന്വേഷിക്കുന്നത് അവനോട് എത്തിയിട്ടുണ്ട്, നീ പറഞ്ഞേക്കാം അവരോട്. അതാണ് നിശ്ചയദാർഢ്യം. അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ ബലം, ഒരാളുടെ ജീവിതത്തിൻ്റെ അകക്കാമ്പ്. ക്രിസ്തു എന്തിനാണ് വന്നതെന്ന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് അവൻ കൃത്യമായ ഉത്തരം കൊടുത്തു. ഒന്നിനെയും പേടിച്ചിട്ടില്ല. ക്രിസ്തു ഒന്നിനെയും ഭയപ്പെടാനോ ഒന്നിനെ ഓർത്തും പേടിച്ചോടാനോ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ മരണത്തിലേക്ക് ധൈര്യപൂർവ്വം നടന്നെടുത്തു എന്ന് വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ. അതാണല്ലോ ഗെത്സമനിയിൽ വെച്ചിട്ട് പടയാളികൾ നിൽക്കുമ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു ചോദിക്കുമ്പോൾ നസ്രായനായ യേശുവിനെ എന്ന വാക്കിൽ ബലത്തം കിട്ടുമ്പോൾ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് 2 പ്രാവശ്യം ഉറപ്പിച്ച് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണെങ്കിൽ മരണത്തിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളൊക്കെ ധ്യാനിക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരെയും മരണത്തെയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോഴെങ്കിലും ഹൃദയമൊന്ന് പിടയ്ക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണത്തെ ഓർക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ നമ്മുടെ മരണത്തെയും ഒരു ധ്യാനപൂർവ്വം കൊണ്ടുപോകേണ്ടതുണ്ട്. ഡെത്ത് മെഡിറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് മുൻപിലുള്ള 6 അടി നീളത്തെ മാത്രം കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്ന ഒരു രീതിയാണത്. ഈ 6 അടി മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള സാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡെത്ത് മെഡിറ്റേഷൻ നടത്തി വരുന്ന രീതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട മെഡിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. അതിൽ ഭയമുണ്ടാകരുത്. എന്നാൽ നമ്മളുടെ മരണത്തിന് മുമ്പിലെ ജീവിതം നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി തീർക്കണം, വിശുദ്ധിയുള്ള മനുഷ്യരാക്കി തീർക്കണം, നിലപാടുള്ള മനുഷ്യരാക്കി തീർക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു, ശരികളുണ്ടായിരുന്നു. മരണം വരെ ആ ശരിക്ക് വേണ്ടി ക്രിസ്തു ജീവിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ മരണത്തെ സ്വപ്നം കണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിലപാടുകൾക്ക് വേണ്ടി ജീവിക്കുക എന്നും ശരികൾക്ക് വേണ്ടി ജീവിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെ ഈ തമാശ എന്നോളം ഒരാൾ കൊല്ലാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനോട് പറഞ്ഞേക്കെന്ന് പറയാനുള്ള ധൈര്യം പോലും നമുക്കുണ്ടാകണം. കാര്യം, മരണം എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, ഞാൻ ഒരുക്കത്തോടെ എൻ്റെ നിലപാടുകളിലും ശരിയിലും വിശുദ്ധിയിലും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.